ഓം രാമായണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ, ആത്മഭാവങ്ങളെ, ചിത്സ്വരൂപരെ. വിരഹാഗ്നിയിൽ ദഹിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ലക്ഷ്മണകുമാരൻ ഇപ്രകാരം പറയുന്നു: ഒന്നിച്ചു കൂടിയവരെല്ലാം ഒരിക്കൽ നാശമടയും. ഉയർന്നു പോയതൊക്കെ തകർന്നു വീഴും. കൂട്ടമൊക്കെ വേറുപെടും. ജീവിതം മരണത്തിൽ കലാശിക്കുന്നു. തസ്മാത് പുത്രേഷു ദാരേഷു മിത്രേഷു ച ധനേഷു ച നാതിപ്രസംഗഃ കർത്തവ്യോ വിപ്രയോഗോ ഹി തൈർധ്രുവം. വിപ്രയോഗോ ഹി തൈർധ്രുവം. വേദാന്ത സാരസർവസ്വമാണ്, ജീവിത ദർശനമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മേരസർവാണി എന്ന ആകാശ ഗന്ധർവൻ്റെ മകൾ സ്വയംപ്രഭ മയൻ നിർമ്മിച്ച കാഞ്ചന വനവും ഭവനവും മയനാകട്ടെ ദാനവരുടെ വിശ്വകർമാവുമാണ്. ഹേമ എന്ന അപ്സര സ്ത്രീയിൽ ആസക്തനായ മയനെ പുരന്ദരൻ ഹനിച്ചു. സമ്പാദി ചിരഞ്ജീവിയായ പക്ഷിയാണ്. പുത്രനായ സുപർണൻ പറഞ്ഞിട്ട് സീതാ അപഹരണ കഥ അറിയുന്നു. നിശാകരൻ എന്ന ഋഷി സമ്പാദിയെ രക്ഷിച്ചു. ഹനുമാനെ ശ്രീരാമൻ വിലയിരുത്തുന്നു. നിശേഷ ശബ്ദശാസ്ത്രം അനേന ശ്രുതം എന്ന്. സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ എന്ന് ആഞ്ജനേയൻ രാമനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. മയൻ ദാനവശില്പിയാണ്. അദ്ദേഹത്തിന് ഹേമ എന്ന അപ്സര സ്ത്രീയിൽ മായാവി എന്ന അസുരൻ പിറന്നു. സഹോദരൻ ദുന്ദുഭിയാണ്. ബാലി വൃത്ര വിനാശനപുത്രനാണ്. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. സുഷേണ പുത്രി താര ജഗന്മോഹിനിയാണ്. നീലനാണ് ബാല്യശരീരത്തിൽ നിന്നും ശരം ഊരിയെടുത്തത്. വാൽമീകീയ രാമായണം. അധ്യാത്മരാമായണത്തിലാകട്ടെ ശ്രീരാമൻ തന്നെയാണ് ബാലിക്ക് ഏറ്റ ശരം വലിച്ചൂരിയെടുത്തതെന്ന് കാണുന്നുണ്ട്. എല്ലാ ജീവികളും എല്ലാ പ്രാണിവർഗത്തിൻ്റെ ഹൃദയത്തിൽ അഗ്നി ചൂടായും പ്രകാശമായും സ്ഥിതി ചെയ്യുന്നു. അവബോധമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നി സഖ്യത്തെ ബാധിച്ചേക്കാവുന്ന ചപലതയെ നശിപ്പിക്കുന്നു. താരോപദേശസാരം ഇപ്രകാരം പറയാൻ കഴിയും: ശരീരം അസ്ഥിരമായ ഒരു ഭൗതിക രൂപമാണ്, ക്ഷുദ്രവുമാണ്. എന്നാൽ പരമലക്ഷ്യം പ്രാപിക്കുന്നതിന് ഉള്ള ഉപകരണവുമാണ് ശരീരം. ആത്മസാക്ഷാത്കാരം. ഒരിക്കലും വിലാപം പാടില്ല. ആത്മാവ് അനശ്വരമാണ്. ആത്മതത്വം മനസ്സിലാക്കി മുന്നോട്ട് പോവുക.
ആത്മതത്വം എന്താണെന്നറിയാത്തവരാണ് വ്യാമോഹത്തിൽപ്പെട്ട് ഉഴലുന്നത്, ദുഃഖിക്കുന്നത്. പിതാവായ ഇന്ദ്രനാണ് ബാലിക്ക് സ്വർണ്ണമാല നൽകിയത്. ബാലി വധത്തിന് പോയ രാമലക്ഷ്മണന്മാർ സപ്തജനാശ്രമത്തെ വിശ്രമിച്ചു. അങ്കദാദികൾ ഋക്ഷബില്ലത്തിൽ സ്വയം പ്രഭയെ കാണുന്നു. ക്രതു, അങ്കിരസ് എന്നീ തപസ്സികൾ ഹനുമാനെ ശപിക്കുകയുണ്ടായി. ഗംഗാതീരത്ത് പൂജാവസ്തുക്കൾ വലിച്ചെറിയുന്ന ഹനുമാനെ ഇനി ഹനുമാന്റെ കഴിവ് ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ മാത്രം അത് പ്രവർത്തനത്തിൽ വരട്ടെ എന്ന്. അങ്ങനെ ജാംബവാൻ ഹനുമാന്റെ ശക്തി ഓർമ്മിപ്പിച്ചപ്പോൾ ലങ്കാതരണത്തിനുള്ള സകല കഴിവും ആഞ്ജനേയനുണ്ടായി. സുമേരുവിലെ രാജാവാണ് കേസരി. ബാലി സുഗ്രീവന്മാരെ വളർത്തിയത് അഹല്യയാണ്. ഇന്ദ്രൻ അത് ചുമതലപ്പെടുത്തി. കിഷ്കിന്ധയിലെ രാജാവാണ് ഋക്ഷരജസ്. സന്താനമില്ല. അഹല്യയിൽ നിന്നും ബാലി സുഗ്രീവന്മാരെ ലഭിച്ചു. ഇവർ ജനിച്ചത് സ്ത്രീ രൂപം പ്രാപിച്ച അരുണനിൽ നിന്നാണ്. കേസരിക്ക് അഞ്ജന എന്ന ദാസിയിൽ വായു ഭഗവാന്റെ പ്രസാദത്താൽ ഹനുമാൻ പിറന്നു. ദേവാംശഭൂതനാണ്. ജന്മന ലഭിച്ചതാണ് കർണാഭരണം ഹനുമാന്റെ കാതിൽ കാണുന്നത്. ഹനുമാന് മൃഗം, മനുഷ്യൻ, ദേവൻ, ഭക്തൻ എന്നീ ഗുണങ്ങളെല്ലാം ഉണ്ട്. അംഗദന് ജാംബവാൻ ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നു. രാഗദ്വേഷാദികൾ വെടിയുക. സംശുദ്ധ മനസ്സോടെ ഈശ്വരാർപ്പണ ഭാവേന സീതാന്വേഷണം നടത്തുക. പരസ്പരം വിരോധം പാടില്ല. കർമ്മധീരനാകുക. ഒരു ലക്ഷ്യത്തിന് പുറപ്പെട്ടവരെല്ലാവരും ഏക അഭിപ്രായക്കാരായിരിക്കണം. ചിറക് കരിഞ്ഞ സമ്പാദി. നിവേദിച്ചത് ക്രൗഞ്ച പർവ്വതത്തിലാണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച വളരെ ശാസ്ത്രീയമായി നിശാകര താപസൻ സമ്പാദിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അന്ന് വൈദ്യശാസ്ത്രം എത്രമാത്രം ത്രേതായുഗത്തിൽ രാമായണത്തിൻ്റെ കാലഘട്ടം വളർന്നിരുന്നു എന്നതിന് തെളിവാണ് ഇത്. കൈലാസത്തിലെ ഋഷഭാദ്രിയിലുള്ള 4 ദിവ്യ ഔഷധങ്ങളാണ് വിശല്യകരണി, സന്ധാനകരണി, സുവർണകരണി, മൃതസഞ്ജീവിനി എന്നിവ. നിത്യാഭ്യാസം, മനോനിഷ്ഠ, ഭക്തി, വിശ്വാസം ഇവയുണ്ടെങ്കിൽ ഉത്തമമായ എല്ലാ സിദ്ധികളും ഓരോ മനുഷ്യനും നേടാൻ കഴിയും. രാമായണം പഠിപ്പിക്കുന്നതാണ്. ഹനുമാൻ സുഗ്രീവനെ ഉപദേശിച്ചു. ഹനുമാന്റെ 3 പിതാക്കളും മാതാക്കളും ഇപ്രകാരമാണ്: പാർവതി, സദാഗതി, അഞ്ജന അമ്മമാർ. ശിവൻ, വായു, കേസരി പിതാക്കൾ. മത്സ്യാവതാരം മുതൽ കൃഷ്ണാവതാരം വരെ ജാംബവാൻ ദർശിച്ചു. ജംബൂ ദ്വീപിൽ ആദ്യം പ്രവേശിച്ചതുകൊണ്ടാണ് ജാംബവാൻ എന്ന പേര് കിട്ടിയത്. താരയ്ക്ക് സ്വതസിദ്ധമായ പ്രസന്നത, രാമഭക്തി, ഉത്തമ സ്ത്രീ സഹജമായ ലാളിത്യം, വിനയം, എല്ലാ പ്രാണികളോടും സഹാനുഭൂതി, വിവേചനാശക്തി, വിവേകം ഇതെല്ലാം താരയുടെ വിശിഷ്ട ഗുണങ്ങളാണ്. സമ്പാദി ജടായുവിൻ്റെ
മാതാപിതാക്കൾ മഹാശ്വേതയും അരുണദേവനുമാണ്. ഇതെല്ലാം രാമായണത്തിൻ്റെ പല ഭാഗങ്ങളിൽ വരുന്ന എപ്പോഴും ഓർമ്മ വയ്ക്കേണ്ട കഥാപാത്രങ്ങളും അവരുടെ സംക്ഷിപ്തമായ ആശയവുമാണ് സൂചിപ്പിച്ചത്. ആത്മഭാവങ്ങളെ ഇന്നത്തെ സത്സംഗം നമുക്കിവിടെ ഉപസംഹരിക്കാം. സ്വസ്ത്യസ്തു ശുഭമസ്തു സന്തു മംഗളസദാ.